അല്ല ഡാ. എന്താണ് നിനക്കൊരു ജാടാ? നീയാണ് നിങ്ങളുടെ മിസ് യൂണിവേഴ്സ്. ഓഹോ, കൊതിപ്പിക്കാൻ ഇറങ്ങിയേക്കല്ലേ മാസ്ക് ഒക്കെ വെച്ചോണ്ട്. നീ പറ എത്ര റേറ്റ്? ഞാനും അവനും. വേറെ റൂമൊന്നും ഇല്ല, നമ്മൾ ഫ്ലാറ്റ് തന്നെയാ. കാര്യം കഴിഞ്ഞ് ഇവിടെ തിരിച്ചുകൊണ്ട് വിടും. ഡേ ഇപ്പൊ യൂബർ ബുക്ക് ചെയ്യാം. നീ കൂടെ അങ്ങ് വന്നാൽ മാത്രം മതി. ഡേ മോത്തോക്കടി, എന്താ നാണോ നിനക്ക്? വാടി പോവാം. നീ എന്തിനാടി പേടിക്കുന്നേ? നീ പറ എത്ര എന്റെ റേറ്റ്? എന്താടി നിനക്ക് ഞങ്ങളെ പിടിച്ചില്ലേ? എന്താടി നിനക്ക് ഞങ്ങളെ ടി? എന്താണ് കോപ്പ നീ ഇവിടെ ചെയ്തത്? ചെയ്തില്ല, ചെയ്യാൻ വിളിച്ചതാ. നിങ്ങളൊന്ന് പോയേ, ഞങ്ങൾ അത്തരക്കാരൊന്നും അല്ല. എന്നാ വാ തുറന്ന് പറഞ്ഞാ പോരെ അവൾക്ക്. ഞങ്ങൾ വേറെ ആളെ നോക്കിയാലല്ലോ. അവൾക്ക് സംസാരിക്കാൻ പറ്റില്ല. അവൾക്ക് വായിക്കല്ലേ ഉള്ളു കുഴപ്പം, തൂറാൻ കുഴപ്പമൊന്നുമില്ലല്ലോ. ഞങ്ങൾക്ക് അതായാലും മതി. അവളെ കൊണ്ട് നീ വിചാരിക്കുന്നത് പോലെ ഒന്നും പറ്റില്ല. നാളെ രാവിലെ തിരുവനന്തപുരം RCCയിൽ അവൾക്കൊരു ചെക്കപ്പ് ഉണ്ട്. എന്തിനാണെന്നറിയാമോ? വായിൽ ക്യാൻസർ. നിന്റെ മുഖം ഒരിക്കലും താഴരുത്, അത് ഞങ്ങളുടെ മുന്നിൽ. നിനക്കൊക്കെ എല്ലാം ഉയർത്താൻ വേണ്ടിയല്ലേ ഞങ്ങൾ. ശരിയാ, ഞങ്ങളുടെ ഇടയിലും ഉണ്ട് തെറ്റ് ചെയ്യുന്നവർ. തെറ്റ് ചെയ്യാത്ത ആരാ ഇവിടെ ഉള്ളത്? രാത്രിയാകുമ്പോൾ പില്ലറിന്റെ നമ്പരും പോസ്റ്റിന്റെ നമ്പരും ഷോപ്പിന്റെ പേരും എല്ലാം ലാൻഡ്മാർക്കായി നോട്ട് ചെയ്ത് വന്നിട്ട് സുഖം കിട്ടിയ ശേഷം പിറ്റേന്ന് രാവിലെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടും. ട്രാൻസ്ജെൻഡേഴ്സ് മുഴുവൻ പാലത്തിനടിയിലുണ്ട്, പോസ്റ്റിനടിയിലുണ്ട്, അവരെ കൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാതായിരിക്കുന്നു എന്നൊക്കെ. അതെങ്ങനെ? പണ്ട് ട്രെയിനിന്റെ ടോയ്ലറ്റിൽ ചുവരെഴുതിയവരുമുണ്ടല്ലോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എഴുത്തുകാരായിട്ട്. നല്ലവരെ കൂടി പറയിപ്പിക്കാനായിട്ട് അങ്ങനെ കുറെ എണ്ണം. ശരിയാ, ഞങ്ങൾ ഇങ്ങനെയൊക്കെയാ. ഞങ്ങൾ എങ്ങനെയൊക്കെ ആയത്? നിന്നെപ്പോലുള്ളവർ രാത്രി വിളിക്കും, കാര്യം കഴിഞ്ഞ് പോയിട്ട് രാവിലെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടും. നിന്റെ ആസക്തി അടക്കം നീ കണ്ടെത്തിയവർ ഇവിടെ ഉണ്ടെന്ന്, അവരുടെ ശല്യം കാരണം ആ ഭാഗങ്ങളിൽ സഞ്ചരിക്കാൻ കഴിയുന്നില്ലെന്ന്. പാതിരാ കാമം വിൽക്കുന്ന പാതിരാ അപചാരികകൾ ഇരുട്ടിനെ മറയാക്കി ആക്രമണം നടത്തുന്നെന്ന്. എടാ, ട്രാൻസിൽ മാത്രമേ ഉള്ളോ ശരീരസുഖം കൊടുക്കുന്നവരും വിൽക്കുന്നവരും? അങ്ങനെ ഞാൻ പറയില്ല. സുഖം, ആ വാക്കിന് തന്നെ ഒരു സുഖമുണ്ട്. ആ സുഖം തേടി വരുന്നവരൊക്കെ നല്ലവരാണോ? നാളെ മുതൽ ആ സുഖം തേടി വരുന്നവരുടെ ഒക്കെ ലിസ്റ്റ് ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇടട്ടെ. പാലത്തിനടിയിൽ, മെട്രോയുടെ അടിയിൽ, ഹൈവേ സൈഡിലൊക്കെ വരുന്നവരുടെ ലിസ്റ്റ് ഞങ്ങൾ ഇടട്ടെ. എല്ലാത്തിലും എവിടെയും എല്ലാവരും ഒരുപോലെയല്ല, എല്ലാവരിലും ഉണ്ട് നല്ലതും ചീത്തയും. പക്ഷേ എല്ലാവരെയും ഒരുപോലെ കാണരുത്. നമ്മുടെ ഈ നാട്ടിൽ ശരീരം വെക്കുന്ന സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്. നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ ഏത് ഗണത്തിൽപ്പെടും? നിന്റെ മനസ്സിലിപ്പോൾ ഒരു ചോദ്യം ഉയരുന്നുണ്ടാവാം. ഒരുപാട് സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ജോലി നൽകിയിട്ടും അതൊക്കെ കളഞ്ഞത് എന്തിനാണെന്ന്. ശരിയാ, ആ ജോലി കളഞ്ഞവർക്കറിയാം അതെന്തുകൊണ്ടാണെന്ന്. ഇപ്പോഴും ഒരു പരിധിവരെ ആരും ഞങ്ങളെ മനസ്സിലാക്കിയിട്ടില്ല. ഞങ്ങൾ എന്നും ഇങ്ങനെയൊക്കെ തന്നെയാ. ഒളിഞ്ഞും തെളിഞ്ഞും ഞങ്ങളെ വിളിക്കുന്ന ഒരുപാട് പേരുകളുണ്ട്. അങ്ങനെ വിളിക്കുന്നവരുടെ ഇടയിൽ, ഞങ്ങളെ മനസ്സിലാക്കാത്തവരുടെ ഇടയിൽ ഞങ്ങളെങ്ങനെ? ദൈവം ഞങ്ങളെ ഇങ്ങനെയാ സൃഷ്ടിച്ചത്. ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ
ഞങ്ങൾ ഇങ്ങനെ ജനിച്ചു പോയത്. ഞങ്ങൾക്കും ജീവിക്കണ്ടേ?